അപ്പോൾ കഴിഞ്ഞൊരു 10-15 കൊല്ലത്തിനിടയിൽ ആ ക്യാമ്പസിനകത്ത് ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല. ആ ക്യാമ്പസിനകത്ത് റാഗിംഗ് ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ ഇതിന് മുൻപ് ആ ക്യാമ്പസിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. അവിടെ ഇതര വിദ്യാർത്ഥി സംഘടനകളില്ല എന്ന് പറയപ്പെടുന്നു. ASF ഉണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന ക്യാമ്പസിനകത്തേക്ക് കടന്നു ചെല്ലുന്നതിനെ എപ്പോഴെങ്കിലും SFI എതിർത്തതായി ഒരു പരാതി ഇപ്പോൾ ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള വയനാട്ടിലെ MLA ഉൾപ്പെടെ ആ ക്യാമ്പസ് രാക്ഷസ കോട്ടയാണ് എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുക, അവിടെ മറ്റാരെയും കയറാൻ SFI അനുവദിക്കുന്നില്ല എന്ന് തെറ്റായിട്ടുള്ള വ്യാഖ്യാനം ചമച്ചുകൊണ്ടിരിക്കുക. ഒരൊറ്റ വിദ്യാർത്ഥി സംഘടന ക്യാമ്പസിനകത്ത് വരുന്നതിനെയോ അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നതിനെയോ തടയുന്നതിന് വേണ്ടി ഞങ്ങളാരുമല്ല, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനോടകം എത്രയോ നാളുകൾക്ക് ഈ കേരളത്തിനകത്തെ മാധ്യമങ്ങളുടെ മുൻപിൽ ഒരു ക്യാമ്പസിൽ SFI സംഘടനാ പ്രവർത്തനം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു വാർത്ത കിട്ടിയാൽ, ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുമല്ലോ. വയനാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകരുടെ മുൻപിലേക്ക് ഈ നിലയിലൊരു വിവരം, അല്ലെങ്കിൽ ആ ക്യാമ്പസിനകത്ത് ഇതിന് മുൻപ് എന്തെങ്കിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ SFI ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. അപ്പോൾ ഒരു ദാരുണമായ സംഭവം ഉണ്ടായി. ആ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയമായ ലാഭം കൊയ്യുന്നതിന് വേണ്ടി പച്ചക്കള്ളം കേരളത്തിൻ്റെ പൊതുമാധ്യമങ്ങളുടെ മുൻപിൽ വന്നു നിന്ന് ഒരു നിലയ്ക്കുള്ള ലജ്ജയുമില്ലാതെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ ഉൾപ്പെടെ തയ്യാറാകണമെന്നുള്ളതാണ്. നിങ്ങളിത് ഇന്നിപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സിദ്ധാർത്ഥനെ ഒരു SFI പ്രവർത്തനമാണെന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടി സിദ്ധാർത്ഥന് വീടിന് മുമ്പിൽ തന്നെ ഒരു ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ട്? അല്ല, സിദ്ധാർത്ഥ ക്യാമ്പസിനകത്ത് SFIയുടെ വിവിധ പരിപാടികൾക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ എൻ്റെ ഫോട്ടോസ് ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. സിദ്ധാർത്ഥ ക്യാമ്പസിനകത്ത് SFIയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരാളാണ്. ആ ക്യാമ്പസിനകത്ത് തന്നെയാണെന്നാണ് സിദ്ധാർത്ഥ് ആ ക്യാമ്പസിനകത്ത് SFIയുടെ വിവിധ പരിപാടികൾക്കകത്ത് പങ്കെടുത്തിട്ടുള്ള സജീവമായി SFI പരിപാടികൾക്കകത്ത് കാണാറുള്ള മുഖമാണ് സിദ്ധാർത്ഥിൻ്റെത്. സിദ്ധാർത്ഥ പരിപാടിക്കകത്ത് പങ്കെടുക്കാറുണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ചിത്രങ്ങൾ ഉൾപ്പെടെ തരാം. സിദ്ധാർത്ഥ SFIയുടെ വിവിധ പരിപാടികൾക്കകത്ത് പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ. അപ്പോൾ ഈ നിലയ്ക്കല്ല തെറ്റായൊരു നരേറ്റീവ് ഉണ്ടാക്കി ഇത് SFIയെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ടൂളാക്കി ദാരുണമായ സംഭവത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് തെറ്റായിട്ടുള്ള രീതിയാണ്, ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ചിലപ്പോൾ പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുകയാണ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും മറ്റ് ഗവർണർ ഉൾപ്പെടെയുള്ളവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ തന്നെ പറയുന്നത് ഇതിൽ SFIക്ക് കൃത്യമായ ബന്ധമുണ്ട് എന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് ഇന്നും പറയുന്നത്. അല്ല, കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുക. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമാക്കി. ഞങ്ങളെ 18 പേരിൽ നിങ്ങൾ അതിനകത്ത് മറ്റാരെ സംബന്ധിച്ചു 18-ൽ 4 SFIക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്, വസ്തുതയാണ്. അതിൻ്റെ പേരിൽ ഇത് SFI ആസൂത്രണം ചെയ്ത് SFI നടപ്പിലാക്കിയത് എന്തിന്? ഇതിൻ്റെ കാര്യകാരണങ്ങളിലേക്കൊക്കെ നമ്മൾ പരിശോധിക്കാമല്ലോ. ഇത് ഒരു തരത്തിലുള്ള പരിശോധനയും മാധ്യമങ്ങളാരും നടത്തുന്നത് നമ്മൾ കണ്ടില്ല. അത് നടത്തണമെന്ന് ഞങ്ങൾക്ക് വേറെ അഭിപ്രായമില്ല. അത് പോലീസാണ് നടത്തേണ്ടത്. പോലീസും ഈ പറഞ്ഞ ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് ഉൾപ്പെടെ നടത്തി വസ്തുത പുറത്തേക്ക് വരട്ടെ. സ്വാഭാവികമായും ഞങ്ങൾ ഇന്നലെ സിദ്ധാർത്ഥിൻ്റെ അച്ഛനെ ഉൾപ്പെടെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ സ്വാഭാവികമായും ഉണ്ടായിരിക്കുന്ന വൈകാരിക സ്ഥിതി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കും നിങ്ങൾക്കൊക്കെ ബോധ്യം ഉണ്ടാവും. ആ വൈകാരിക അവസ്ഥയ്ക്കകത്ത് നിന്ന് അദ്ദേഹം പറയുന്നത് പോലാണോ നിങ്ങൾ ചമയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? നിങ്ങൾ ഇതിനകത്ത് ഒരു വസ്തുതയും അല്ല. സ്വാഭാവികം അദ്ദേഹം നിൽക്കുന്ന ഒരു വൈകാരിക തലമുണ്ട്. ആ വൈകാരിക തലത്തിൽ നിന്ന് അദ്ദേഹത്തിന് മുഖ്യമായ വിവരം കിട്ടുന്നത് മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നതിനോട് സമീകരിക്കാൻ വേണ്ടി നിൽക്കരുത് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നതിന്. മാധ്യമങ്ങൾ ഒരു നിലക്കും ഒരു വസ്തുതയും പരിശോധിക്കാതെ ഇത് SFI ആസൂത്രണം ചെയ്ത് നടത്തിയൊരു കൊലപാതകമാണ് എന്ന് ചമയ്ക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. മുഖ്യ പ്രതികളെല്ലാം SFI പ്രവർത്തകരാണെന്ന് വരുമ്പോൾ അത്തരത്തിലൊരു ചിത്രീകരണം തന്നെ ഉണ്ടാവുക. അല്ല, നിങ്ങൾ അന്വേഷിക്കുക ആ സംഘർഷം എവിടെ ആരംഭിച്ചു, അവിടെ സംഘർഷം ആരംഭിച്ചു, ആരൊക്കെയായിരുന്നു സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത്, ആരാണ് സിദ്ധാർത്ഥിനെ ആദ്യം ആക്രമിക്കുന്നത്, ഈ പറഞ്ഞ ആളുകൾ എപ്പോൾ അവിടെ എത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധനയിലൂടെ അന്വേഷണത്തിലൂടെ പുറത്തേക്ക് വരേണ്ടതാണ്. ഒരു തർക്കമില്ല. ഈ 4 ആളുകൾ ഉൾപ്പെടെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ട ഘട്ടത്തിന് ഞങ്ങൾ പുറത്താക്കിയത്. ഞങ്ങൾ അവരെ സംരക്ഷിക്കാനൊന്നുമില്ല, ഞങ്ങൾ അവർക്ക് വക്കീലിനെ വെച്ച് കൊടുത്തിട്ടില്ല, അവർ ഒളിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു സംരക്ഷണം ഞങ്ങൾ കൊടുത്തില്ല, ഞങ്ങൾ ഒഴിവാക്കി. പക്ഷേ ഇത് നിങ്ങൾ SFI ആസൂത്രണം ചെയ്തു, SFI തീരുമാനിച്ചു ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയെ കൊല്ലണം എന്ന് തീരുമാനിച്ച് SFI കെട്ടിയിട്ട് അടിച്ച് 3 ദിവസം അടിച്ച് കൊലപ്പെടുത്തി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ക്യാമ്പസിൽ വിഷയം ഉണ്ടായി, ഒരു തർക്കമില്ല. പക്ഷെ അതിനകത്ത് SFI എന്ന് പറയുന്ന ഒരു 4 പേരല്ലല്ലോ SFI.